ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവാണ് നിന്റെ ജീവിതത്തെ നയിക്കുന്നത്. നീ നിന്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് നിന്നെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ടാണ്. നീ ഏതെങ്കിലും രീതിയിൽ ക്രിസ്തു അനുഭവത്തിൽ നിന്ന് വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നടക്കലിൻ്റെ ഒരു വഴിയാക്കി നീ മാറ്റേണ്ടതുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ധൂർത്തനായ ഒരു പുത്രനെ കാണുന്നുണ്ട്. ഈ പുത്രൻ എത്രത്തോളം പിതാവിൽ നിന്ന് അകന്നുപോയി നമുക്കറിയാം. ഈ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടി അവൻ എന്തു ചെയ്യേണ്ടിയിരുന്നു? എത്രത്തോളം അകന്നു പോയോ അത്രത്തോളം അവൻ തിരിച്ചു നടക്കേണ്ടതായിട്ട് വന്നു. പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഓടിയാകുന്നോ അതെല്ലാം പിടിച്ചടക്കിക്കൊണ്ട് അതേ സ്നേഹത്തിൽ അമരേണ്ടതായിട്ട് വന്നു. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, ഈ സ്നേഹം അനുഭവിക്കണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നീ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തോതനുസരിച്ച് എത്രത്തോളം മാറിപ്പോയിട്ടുണ്ടോ, എത്രത്തോളം നീ മാറി ചിന്തിച്ചിട്ടുണ്ടോ അത്രത്തോളം ഒന്ന് തിരിച്ചു വന്നാൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന്, പ്രിയപുത്രി എന്ന് നിന്നെ നോക്കി പിതാവ് പറയും. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. നിന്റെ സ്നേഹത്തെ ആവോളം അനുഭവിച്ചറിയാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഇന്നേ ദിവസം ഈ വ്യക്തിയുടെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കുന്ന നിന്നെ തിരിച്ചറിയുവാനായിട്ട് ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ, എതിർചിന്തകളുണ്ടെങ്കിൽ, അതിനെതിരായിട്ട് ഏതെങ്കിലും തിന്മയുടെ ശക്തികൾ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ നാമത്തിൽ മാറ്റപ്പെടട്ടെ എന്ന്, ഈ വ്യക്തിക്ക് വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.